പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പരിപാവനമായ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ 114 സൂറത്ത്, ആ 114 സൂറത്തിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കൊണ്ടാണ്, നബിയെ അഭിസംബോധന ചെയ്തിട്ടാണ് ആ സൂറത്ത് തുടങ്ങുന്നത്. 20 ആയത്തുകൾ മാത്രമുള്ള ഒരു കുഞ്ഞൻ സൂറത്താണ്. ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്നത് 6 മഹത്തായ നേട്ടങ്ങളാണ്, പ്രതിഫലങ്ങളാണ്. മാത്രമല്ല, ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഓതുന്നവൻ്റെ സങ്കടം മാറുമെന്നാണ്, ഓതുന്നവൻ്റെ പ്രതിസന്ധികൾ മാറുമെന്നാണ്. ഈ സൂറത്ത് ഓതി നമ്മൾ മന്ത്രിച്ചാൽ ആരെയാണോ നമ്മൾ മന്ത്രിക്കുന്നത് അയാളുടെ പ്രശ്നങ്ങളും അല്ലാഹു തആല മാറ്റിക്കൊടുക്കും. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുള്ള സൂറത്താൻ. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആശ്വാസം കിട്ടിയ സൂറത്താൻ, നബിതങ്ങളുടെ സങ്കടം മാറിയ സൂറത്താൻ. അതുകൊണ്ട് ഇത് ഓതിയാൽ നമ്മുടെ സങ്കടവും മാറുമെന്നാണ്. കൂട്ടത്തിൽ ഒരു 7 ദിക്റുകളുണ്ട്. ഈ 7 കുഞ്ഞൻ ദിക്റുകൾ എല്ലാ ദിവസവും നമ്മൾ പറയേണ്ടതാണ്. പറഞ്ഞാൽ കിട്ടുന്നത് ജീവിത വിജയമാണ്. അപ്പോൾ ഈ സൂറത്ത് ഏതാണ്, അതുപോലെ ആ ഒരു ദിക്റുകൾ ഏതൊക്കെയാണ്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. ഈ ക്ലാസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട കേട്ടോ. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരെ, വാപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മൾ കേൾക്കുന്ന ദിക്റും സ്വലാത്തും തസ്ബീഹും എല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. നിരവധി ആളുകൾ ഹോസ്പിറ്റലുകളിലാണ്, ആശുപത്രികൾ മാറി മാറി കയറി ഇറങ്ങുന്ന പലരുമുണ്ട്. ക്യാൻസർ രോഗമുള്ളവരുണ്ട്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, കരളിന് പ്രശ്നം വന്നവർ, കിഡ്നിക്ക് പ്രശ്നം വന്നവർ, വൃക്കക്ക് തകരാറുള്ളവർ, ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർ, അതുപോലെ തന്നെ തലവേദന, കാലുവേദന, അതുപോലെ നടുവേദന, BP കൂടുതലാണ്, ഷുഗർ കൂടുതലാണ്, യൂറിക് ആസിഡ് കൂടുതലാണ്, തൈറോയിഡിൻ്റെ അസുഖമുണ്ട്, അതുപോലെ വെരിക്കോസിൻ്റെ അസുഖമുണ്ട്. ഇങ്ങനെ 100,000 അസുഖങ്ങൾ പറഞ്ഞ് ഓരോരുത്തരും വ്യത്യസ്തമായ പ്രതിസന്ധികൾ പറഞ്ഞ് നിരവധി ദുആ വസിയത്ത് നേരിട്ട് കണ്ട് പറയാറുണ്ട്, ഫോണിൽ വിളിച്ച് പറയാറുണ്ട്, അതുപോലെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായി എഴുതാറുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളായി കഴിയുന്നുണ്ട്, എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ നാഥ. അവർക്കൊക്കെ ഖൈറും ബറക്കത്തും ഏറ്റമേറ്റം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും ഞങ്ങളൊക്കെ കഴിക്കുന്ന മരുന്നിൽ നീ ശിഫാ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, എല്ലാ രോഗങ്ങളെ തൊട്ടും ഷാഫിയായ റബ്ബേ ഞങ്ങളെല്ലാവരെയും കാക്കണേ അല്ലാ. അല്ലാ അല്ലാ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ രാവിലെയും വൈകിട്ടും പറയേണ്ട ദിക്റുകൾ നമുക്കൊന്ന് പറഞ്ഞാലോ? ഇൻഷാ അല്ലാഹ് ഒന്ന് പറഞ്ഞ് എല്ലാവരും ഒന്നിച്ച് പറഞ്ഞ് ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഈ ഒരു സദസ്സിൽ നമ്മൾ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണോ ഇരിക്കുന്നത്, ഇതുപോലെ അല്ലാഹു തആല മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി നല്ല ആത്മാർത്ഥതയോടുകൂടി കെലിമ പറഞ്ഞ് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു 7 ദിക്റുകളുണ്ട്. 7 ദിക്റുകൾ അത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണമെന്നാണ്. അതിൽ ഒന്നാമത്തെ ദിക്ർ അതൊരു ദുആയാണ്. മഹാന്മാർ പറയുന്നു, റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ഈ ദുആ എല്ലാ ദിവസവും പാരായണം ചെയ്യണമെന്നാണ്. അതുപോലെ രണ്ടാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതും എല്ലാ ദിവസവും പാരായണം ചെയ്യണം, പറയണമെന്നാണ്. അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞ ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇതും എല്ലാ ദിവസവും പറയേണ്ടതാണ്. പിന്നെയോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഇതും എല്ലാ ദിവസവും നമ്മൾ പറയണമെന്നാണ്. ഒരുപാട് നേട്ടമുണ്ട് ആ ഒരു ദിക്റിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭാര്യമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ്. അതൊരു തസ്ബീഹാൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി
വസിനത്ത അർശിഹി വമിദാദ കലിമാത്തിഹി. ഇതെല്ലാ ദിവസവും 3 പ്രാവശ്യം വീതം പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ 5ാമത്തെ ദിക്ർ അതാണ്. അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ഇതും ഒരു ദിക്റാണ്. പിന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എല്ലാ ദിവസവും നമ്മൾ പറയണം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അതെങ്ങനെയാണ് പറയേണ്ടത്? അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറുദ് ദുനൂബ ഇല്ലാ അൻത. ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ നേട്ടങ്ങൾ പറഞ്ഞ് തന്നെ ഒരു 15ഓളം മിനിറ്റ് നമ്മൾ ഒരു വലിയൊരു ക്ലാസ്, വലിയൊരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 7 ദിക്റുകൾ, ഈ 7 മഹത് വചനങ്ങൾ, ഈ 7 തസ്ബീഹാത്തുകൾ, ഇത് ഇൻഷാ അല്ലാഹ് വളരെ എഫക്റ്റീവാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾക്ക്, പ്രയാസങ്ങൾക്ക് പരിഹാരമാണ് ഈ 7 ദിക്റുകൾ. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ഈ 7 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടാനുണ്ടെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകൊണ്ട് നബിതങ്ങളുടെ പേര് നബിതങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് നബിതങ്ങളുടെ പേര് പറഞ്ഞിട്ട് വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സൂറത്തുകളുണ്ട്. യാസീൻ, ത്വാഹ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരുകളാണ്. അപ്പം നബിതങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് പല സൂറത്തുകളും തുടങ്ങുന്നുണ്ട്. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. ഇതൊക്കെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് അല്ലാഹു തആല തുടങ്ങുന്ന സൂറത്താണ്. അപ്പോൾ അങ്ങനെ നബിയെ അഭിസംബോധന ചെയ്തിട്ട് തുടങ്ങുന്ന സൂറത്തുകളിൽ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് വിശുദ്ധ ഖുർആനിലെ 73ാമത്തെ സൂറത്ത്. മക്കയിൽ അവതരിച്ച 20 ആയത്തുകൾ മാത്രമുള്ള, ഏകദേശം 1.5 പേജ് മാത്രമുള്ള ഒരു അത്ഭുത സൂറത്താണ് ഇൻഷാ അല്ലാഹ്. അതിൻ്റെ നേട്ടങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മളിത് പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, പല ഉസ്താദുമാരൊക്കെ പറയുന്നത്. അതായത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ വിശ്രമിച്ച് കിടക്കുകയാണ്. നബി തങ്ങൾ ഇങ്ങനെ ഉറങ്ങുകയാണ്. ആ സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയുന്നു, നബിയേ എഴുന്നേക്ക്, യാ അയ്യുഹൽ മുസമ്മിൽ, നബിയെ എഴുന്നേക്ക്, നിങ്ങൾ നിസ്കരിക്ക്, വിശുദ്ധമായ ഖുർആൻ ഓത്, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും. ഈ സൂറത്തിന്റെ ആദ്യത്തെ വചനങ്ങൾ അതാണ്. യാ അയ്യുഹൽ മുസമ്മിൽ, മൂടിപ്പുതച്ച് കിടക്കുന്ന നബി ഒന്ന് എഴുന്നേക്ക്, തളർന്നു കിടക്കുന്ന നബി ഒന്ന് എഴുന്നേക്ക്. നിങ്ങളിങ്ങനെ കിടക്കാനുള്ളവരല്ല, നിങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു വിഷമം വന്നപ്പോൾ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഈ സൂറത്ത് ഓതി കേൾപ്പിക്കാൻ പറഞ്ഞുവെന്നാണ്. അപ്പോൾ ഈ ഒരു സൂറത്ത് ഓതിയാൽ കിട്ടുന്ന 1ാമത്തെ നേട്ടം, നബിതങ്ങളുടെ വിഷമം മാറിയ, നബിതങ്ങൾക്ക് വിഷമം വന്നപ്പോൾ അല്ലാഹു തആല ഓതാൻ പറഞ്ഞ സൂറത്താണ്. അതുകൊണ്ട് നമുക്കും വിഷമം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ ഈ സൂറത്ത് ഓതി നമ്മൾ ഇൻഷാ അല്ലാഹ് നല്ലവണ്ണം ദുആരക്കണമെന്നാണ്. കമന്റിലൂടെ ഒരുപാട് പേര് ഉസ്താദെ ശരീരത്തിൽ ചെറിയ തടിപ്പ് വന്നിട്ട് അതിൽ നിന്ന് കുത്തിയെടുത്തിട്ട് ബയോപ്സിക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റിൻ്റെ റിസൾട്ടുകൾ വരാനുണ്ട്. അങ്ങനെ ഒരുപാട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ വലിയ പരിഹാരമാണ് ഈ സൂറത്ത്. നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ വിഷമം മാറാൻ, നമ്മുടെ സങ്കടം മാറാൻ ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് മതിയാകുന്നതാണ്. അതുപോലെ തന്നെ കടങ്ങളുള്ളവരുണ്ട്, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, കുടുംബത്തിൽ ഓരോരോ ആളുകൾക്ക് മാറി മാറിയ അസുഖങ്ങളാണ്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പല പ്രശ്നങ്ങളാണ്. ഇതൊക്കെ മാറാൻ നമുക്ക് ഏറ്റവും നല്ലൊരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. ഒരിക്കൽ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ വന്നു പറഞ്ഞു, അലിയെ, എനിക്ക് 2 മക്കളുണ്ട്, 2 മക്കൾക്കും രോഗങ്ങളാണ്, 2 മക്കളും വാവിട്ട് കരയുകയാണ്, ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ല. അതായത് ശരീരത്തിൽ ഈ മുറിവുകൾ വന്ന് അത് വീർത്ത് പൊട്ടിയിട്ട് ചലം പുറത്തേക്ക് വരുന്ന ഒരു അസുഖമാണ് ആ മക്കൾക്കെന്നാണ്. അപ്പോൾ ആ സമയത്ത് മഹാനായ അലിയാർ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഞാനൊരു മരുന്ന് പറഞ്ഞു തരാം, ഇത് ഞാൻ പലതവണ പരീക്ഷിച്ചു, അത് ഫലം കണ്ടതാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, യാ അയ്യുഹൽ മുസമ്മിൽ എന്ന സൂറത്ത് ഓതുക, 7 ദിവസം തുടർച്ചയായി ഓതി മക്കളെ മന്ത്രിക്കുക. അങ്ങനെ അദ്ദേഹം ചെയ്തു.
8ാമത്തെ ദിവസം ഇയാൾ വന്ന് അലിയാർ തങ്ങളോട് പറഞ്ഞു, എന്താ കുട്ടികളുടെ രോഗം ശിഫയായി എന്ന്. അപ്പോൾ യാ അയ്യുഹൽ മുസമ്മിൽ സൂറത്ത് വലിയൊരു പരിഹാരം നമുക്ക് നേടിത്തരുന്ന ഒരു സൂറത്താണ്. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കുന്ന നബിതങ്ങളെ ആ സങ്കടം മാറി അല്ലാഹു തആല സന്തോഷിപ്പിച്ച സൂറത്താണ്. അതുകൊണ്ട് നമ്മുടെയും പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് ഓതി നല്ലവണ്ണം ദുആരക്കുക. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്കൊരു ഇഷ്ടമുണ്ടാകും, നബിക്ക് നമ്മളോടൊരു ഇഷ്ടമുണ്ടാകും. കാരണം നബിയെ ആശ്വസിപ്പിച്ച സൂറത്താണല്ലോ, അത് ഓതുമ്പോൾ അത് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാകും. ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണ്? ഇതിൻ്റെ സബബ് നുസൂലായിട്ട് പറയുന്നത്, മറ്റേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ ഇങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട് പേടിച്ച് വിറച്ചിരിക്കുന്ന സമയത്ത് ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടുകയും സമ്മിലൂനി യാ ഖദീജ, ഒരു പുതപ്പിട്ട് മൂട്, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, ഭയങ്കര ഒരു അസ്വസ്ഥത എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുന്ന ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് എന്താണ് നബിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതി കൊടുത്ത സൂറത്താണ്. പിന്നെയോ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറി വലിയ സന്തോഷമുണ്ടാവാൻ ഈ സൂറത്ത് നല്ലതാണ്. മരണപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹദിയയാണ് ഈ സൂറത്ത് എന്ന. സൂറത്ത് യാസീൻ ഓതാറുണ്ട് അല്ലെ, സൂറത്തുൽ ഫാത്തിഹക്ക് ഓതി നമ്മൾ ദുആരക്കാറുണ്ട്. ആ കൂട്ടത്തിൽ സൂറത്തുൽ മുസമ്മിൽ ഓതിയിട്ട് ദുആ എന്നാൽ അത് വലിയ ഒരു കബറാളികൾക്ക് വലിയൊരു ആശ്വാസമാണ്. ഈ സൂറത്ത് ഓതിയിട്ട് ശേഷം 11 പ്രാവശ്യം ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്ർ കൂടി ചൊല്ലിയാൽ അവൻ്റെ എല്ലാ കാര്യത്തിലും അല്ലാഹു തആല വിജയം കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. മാത്രമല്ല ഇബാദത്തുകൾക്കൊരു ഉന്മേഷം ഉണ്ടാവാൻ ഈ സൂറത്ത് നല്ലതാണ്. ഈ സൂറത്ത് ഓതിയാൽ നമുക്കൊരു ഇബാദത്തുകളൊക്കെ ചെയ്യാൻ വലിയൊരു ഉന്മേഷം ഉണ്ടാകുമെന്നെല്ലാം മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ. അപ്പോൾ സൂറത്തുൽ മുസമ്മിൽ അതിൻ്റെ ചില നേട്ടങ്ങൾ, അതിൻ്റെ ഫലങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. നമ്മളൊക്കെ ഓതുന്ന സൂറത്താണ്, പലപ്പോഴും നമ്മൾ ഓതിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, എല്ലാ ദിവസവും ഓതിയ വളരെ സിമ്പിളായ സൂറത്താണ്. ഒരു 1.5 പേജ് ഈ സൂറത്തുള്ളൂ. അത് കാണാതെ പഠിച്ചവരുണ്ടാകും, അതുപോലെ തന്നെ കണ്ടു ഓതാൻ അറിയാവുന്നവരുണ്ടാകും. ഓതുക, വലിയ നേട്ടങ്ങളുള്ള സൂറത്താണ്. ഇങ്ങനെ ഓരോ സൂറത്തിനും വ്യത്യസ്തമായ ഗുണങ്ങൾ, വിശുദ്ധമായ ഖുർആനിലെ ഓരോ സൂറത്തിനും വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഓതുന്ന സൂറത്തുകളൊക്കെ സ്വീകരിക്കട്ടെ. എന്തെല്ലാം നേട്ടങ്ങൾ ഈ സൂറത്തുകളൊക്കെ ഓതുമ്പോൾ ഉണ്ടോ അതിനെല്ലാം വലിയ പ്രതിഫലം അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ സുഖങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. ഉസ്താദെ, എൻ്റെ മകൻ മരണപ്പെട്ടു, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു, എൻ്റെ ഭാര്യ മരണപ്പെട്ടു, അവർക്കൊക്കെ വേണ്ടി ദുആരക്കണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ ആക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.